TVK അധ്യക്ഷൻ വിജയ്ക്കെതിരെ പോലീസ് കേസ്. കൊളത്തൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ചട്ടലംഘനം നടത്തിയെന്നാണ് പോലീസിന്റെ ആരോപണം. മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പറയും മനീഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തായാലും വിജയ് കളത്തിലിറങ്ങിയതിന് തൊട്ട് പിന്നാലെ തന്നെ കേസും വന്നിട്ടുണ്ട്. കൊളത്തൂരിലെ പരിപാടിക്കെതിരെയാണ് കേസ്. അതായത് കൊളത്തൂർ എന്ന് പറയുന്ന സ്റ്റാലിൻ്റെ മണ്ഡലമാണ്. നമ്മൾ ഇന്നലെ പെരമ്പൂരിൽ വിജയ് അതായത് നാമനിർദ്ദേശ പത്രിക കൊടുത്തതിന് ശേഷം 4 ഇടങ്ങളിലാണ് വിജയ് പ്രചാരണം നടത്തിയത്. അത് 3 ഇടങ്ങൾ പെരമ്പൂരിൽ തന്നെയാണ്, ഒരിടമാണ് കൊളത്തൂരിൽ ഉണ്ടായിരുന്നത്. ഈ വഴികളിലൊക്കെ ധാരാളം ആളുകൾ വിജയെ കാണാനും അഭിവാദ്യം അർപ്പിക്കാനും ഒക്കെ എത്തിയിരുന്നു. ഇതുതന്നെയാണ് ഈ ഒരു കേസിലേക്ക് നയിച്ചത്. അതായത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം നടത്തി വിജയ് എന്നുള്ളതാണ് കേസ്. വകുപ്പിലെ 5 പിരിവുകൾ വകുപ്പുകൾ ചേർത്താണ് ഇപ്പോൾ നിലവിൽ കേസ്. പെരവല്ലൂർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. അതായത് സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ പ്രചാരണം നടത്തി, പൊതു റോഡുകൾ ഗതാഗതത്തിന് വലിയ തോതിലുള്ള സ്തംഭനം ഉണ്ടാക്കി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചേർത്ത് അത്തരത്തിൽ 5 വകുപ്പുകൾ ചേർത്താണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. അത് തിരഞ്ഞെടുപ്പ് നിരീക്ഷകനായിട്ടുള്ള കുമാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു കേസ് എടുത്തിട്ടുള്ളത്. നമുക്കറിയാം, നേരത്തെ ഇന്നലെ തന്നെ സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വില്ലിവാക്കത്തെ പരിപാടി വിജയ് ക്യാൻസൽ ചെയ്തിരുന്നു. വില്ലിവാക്കത്തെ പ്രചാരണം വിജയ് റദ്ദാക്കിയിരുന്നു. മാത്രമല്ല, ഇതിനെതിരെ ഒരു പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ TVKയുടെ ക്യാമ്പയിൻ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള CTR നിർമ്മൽകുമാർ നൽകുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ രാവിലെ നിരീക്ഷകന്റെ പരാതിയിൽ എന്തായാലും പോലീസ് കൂടി കേസെടുത്തിരിക്കുന്നത്. പെരമ്പൂരിലാണെങ്കിലും ശരി, കൊളത്തൂരിലാണെങ്കിലും ശരി, ധാരാളം ആളുകൾ, അത് ഈ വിജയുടെ വാഹനം മൂവ് ചെയ്യുന്ന സമയത്ത്, വാഹനം പോകുന്ന സമയത്ത് പൊതുനിരത്തുകളിലെല്ലാം തന്നെ വലിയ തോതിലുള്ള ജനങ്ങൾ ഉണ്ടായിരുന്നു. അത് പൊതുഗതാഗതം സ്തംഭിക്കുന്ന നിലയിലേക്ക് ജനങ്ങളുടെ ജീവിതത്തെ അല്ലെങ്കിൽ ജനങ്ങളുടെ സഞ്ചാരത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനമായും ഈ ഒരു കേസിലേക്ക് ആധാരമെന്ന് പറയുന്നത്. മാത്രമല്ല, പരാതിയിൽ പറയുന്നത് ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാക്കി തുടങ്ങിയ കാര്യങ്ങളാണ്. എന്തായാലും 5 വകുപ്പുകൾ ചേർത്താണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് TVK നൽകിയ പരാതിക്ക് പിന്നാലെയാണ് നിലവിൽ ഇപ്പോൾ പോലീസ് കേസ് വിജയ്ക്കെതിരെ വന്നിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.